കലാസമൂഹ പേരിലെ വ്യത്യസ്തത കൊണ്ട് തന്നെ ശ്രദ്ധേയമാകുകയാണ് ഈ എക്സിബിഷൻ. ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള കലാകാരന്മാർ ഇവിടെ സംഗമിക്കും. നവാഗതരായ കലാകാരന്മാർക്ക് പുതിയ മേച്ചിൽപ്പുറങ്ങൾ തുറന്നു കൊടുക്കുന്നത് രമണി നായർ ഫൗണ്ടേഷനും സൃഷ്ടി ആർട്ട് ഗാലറിയും ബംഗളൂരു കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സൃഷ്ടി ഇൻസ്റ്റിറ്റ്യൂട്ടും ചേർന്നാണ്. 3 ദിവസങ്ങളിലായി നടക്കുന്ന പ്രദർശനത്തിൽ ഓരോ മണിക്കൂറിലും 5 കലാകാരന്മാരുടെ വീതം സൃഷ്ടികൾ ആസ്വാദകരിലേക്കെത്തും. കലാസമൂഹയിലൂടെ കലാകാരന്മാരുടെ കൂട്ടായ്മയാണ് തങ്ങൾ ലക്ഷ്യം വെക്കുന്നതെന്ന് സംഘാടകർ പറയുന്നു. ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ടാവും, ഒരു പെയിൻറ്റർ ഉണ്ടാവും, ഒരു പെർഫോമൻസ് ആർട്ട് ഉണ്ടാവും. ഇപ്പം കാണുന്ന പെർഫോമൻസ് ആർട്ടാണ്. ഇപ്പം എവറിബഡി കംസ് ടുഗെദർ ആൻഡ് ദേ ആർ ദെയർ. നമുക്ക് ഇൻറ്ററാക്ട് ചെയ്യാം, നമുക്ക് ഫീഡ്ബാക്ക് കൊടുക്കാം. ആൻഡ് ഇറ്റ്സ് എൻ എക്സ്പീരിയൻസ് ആൻഡ് ദ ഹോൾ തിങ് ഇറ്റ് സെൽഫ് ഇസ് എ പെർഫോമൻസ്. കൊച്ചി ബിനാലെയുടെ കൊളാട്രൽ വേദിയിൽ നടക്കുന്ന പ്രദർശനത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. ചിത്ര പ്രദർശനം കാണാനെത്തുന്നവർ കാഴ്ചക്കാരുടെ റോളിൽ നിന്ന് മാറി പ്രദർശനത്തിൽ പങ്കാളികളാകുന്നു എന്നതും കലാസമൂഹയെ വേറിട്ടതാക്കുന്നു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. കലാസമൂഹയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ അതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ലക്ഷ്മി നമ്പ്യാർ നമുക്കൊപ്പം അതിഥിയായി കൊച്ചിയിൽ നിന്നുണ്ട്. ലക്ഷ്മിയിലേക്ക് വരാം. ഇടവേളയ്ക്ക് ശേഷം.